ചോദ്യം എന്താ വെച്ചാല് പലപ്പോഴും ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന സാനങ്കാട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ്. പ്ലസ് ടു കഴിഞ്ഞവര് ഡിഗ്രിക്ക് പോകുന്നതിനും പകരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ അത് പലപ്പോഴും ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഡിഗ്രി വേണ്ടോ, ഞങ്ങൾക്ക് ഡിഗ്രി ഇല്ലാത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവർ സ്വന്തമായിട്ട് ബിസിനസ് രീതിയിലൊക്കെ പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം. ഓക്കെ, അപ്പോ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ ഒന്ന് പഠിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അത് പലപ്പോഴും വർക്കൗട്ട് ആവുന്നില്ല. ആ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും എടുക്കണ്ട. ഒന്നത് ഇനി ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് പോലും ഓക്കെ ജോലിക്ക് പോയിട്ട് ജോലിയുടെ കൂടെ സൈഡായിട്ട് വേറൊരു ബിസിനസ് കൂടെ തുടങ്ങാൻ പറ്റിയ നല്ലതാണ് അല്ലെങ്കിൽ സോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ EBM എന്നുള്ളൊരു സംഭവം കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എന്താണ് EBM, ഇവർക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, ഓൾസോ എന്തുകൊണ്ട് EBM എന്നുള്ള ഈ കോഴ്സ് നമ്മൾ പഠിക്കാം. നിങ്ങളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ എല്ലാവരും ഈവൺ ആ ഒരു യങ്സ്റ്റേഴ്സ് പോലും ഇപ്പൊ എല്ലാവരും ബിസിനസ്സിലേക്ക് തിരുന്നത്. അവര് പഠിക്കാൻ പോകുന്നില്ല, ഡിഗ്രി വേണ്ടാന്ന് വെച്ചിട്ട് അവര് ഈ പലപ്പോഴും ഈ പോലെ ബിസിനസ്സിലേക്ക് തരുന്നത്. അതെന്തുകൊണ്ടോ എക്സാമ്പിൾ ഇപ്പൊ ഈ അവർക്ക് പഠിക്കാൻ മീൻസ് പഠിച്ചിട്ട് ജോലി ചെയ്യുന്നതിനെക്കാട്ടും അവർക്ക് ഓണായിട്ടൊരു കമ്പനി അവര് ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യാൻ, പക്ഷെ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അങ്ങനെ ചെയ്യുന്ന ഇതിൽ തന്നെ നമ്മൾക്ക് ഒരു അതിനായിട്ട് പഠിപ്പിക്കാൻ കോഴ്സ് ഇല്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ ജോബ് ഹണ്ടിങ്ങിനും ജോബിന് എല്ലാത്തിനും കോഴ്സ് ഉണ്ട്, പക്ഷെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ അതിനു വേണ്ടിയിട്ടുള്ള ഈ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഉണ്ട് ക്ലാസ് കൊടുക്കുന്നത്. പക്ഷെ അതല്ല, ഒരു എക്സാമ്പിൾ ഒരു e-commerce ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ആ e-commerce ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതികൾ, അതിൽ വേണ്ട ബാക്കിയുള്ള കാര്യം, വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, എല്ലാ കാര്യങ്ങളും ഇതൊക്കെ അതൊരു കോഴ്സായിട്ട് പലപ്പോഴും ഇവിടെ കിട്ടാറില്ല. ഇപ്പൊ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞല്ലോ, അപ്പൊ അതില് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് വെച്ചാല് പ്രൊഡക്റ്റ് കമ്മീഷൻ കുറവാണ്, വളരെ കുറവാണ്. കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഓക്കെ, ഇപ്പം ലൈക്ക് ഒരു മൊബൈൽ ഫോണൊക്കെ സെല് ചെയ്തിട്ട് നല്ലൊരു കമ്മീഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഇലക്ട്രോണിക്സ് ഐറ്റംസ് വരുമ്പോൾ പലപ്പോഴും അത് സെല് ചെയ്യുന്നത് എണ്ണം കുറവായിരിക്കും. സെല് ചെയ്യാൻ ചാൻസ് ഒരു ടീഷർട്ട് കമ്മീഷൻ ഈ പറഞ്ഞ 2-3 രൂപ ചിലപ്പോൾ കിട്ടാനുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. ടീഷർട്ട് ബിസിനസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീഷർട്ട് ബിസിനസ് നമുക്ക് ഷോപ്പിഫൈ എന്നുള്ള പ്ലാറ്റ്ഫോം ചെയ്യാൻ പറ്റും. ഷോപ്പിഫൈ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ആദ്യത്തെ 3 ദിവസത്തേക്ക് ഫ്രീ ആണ്, പിന്നീട് മാത്രമേ അത് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡാണ്. അത് അതിന്റെ അകത്ത് ഡിസൈനഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസൈനഡ് അല്ലാത്തോ നമുക്ക് കസ്റ്റമർ ഈ സപ്ലൈസിന് കിട്ടും. ഈ സപ്ലൈസ് വഴി നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് സെല് ചെയ്യാൻ പറ്റും. ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡാണ് കംപ്ലീറ്റ്ലി. ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരാൾക്ക്. അത് പിന്നെ നമ്മളുടെ ആദ്യത്തെ 3 ദിവസം നമുക്ക് നോക്കാം, എന്നിട്ട് അതിൽ നമ്മൾക്ക് കച്ചവടം നടക്കുന്നുണ്ടോ, നമ്മുടെ സെയിൽസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പെയ്ഡിലേക്ക് മാറാം. പോട്ടെ, ഇനി അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യ മാർട്ട് എന്നുള്ള സൈറ്റുകളൊക്കെ ഉണ്ട്. ബൾക്കായിട്ട് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ടീഷർട്ടുകൾ നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ ആസ് എ നിങ്ങൾക്കൊരു ഡിസൈൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ യൂസ് ക്യാൻവ ഉപയോഗിച്ചിട്ടോ അങ്ങനെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടോ ഡിസൈൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഈ ടീഷർട്ടിനൊക്കെ ഒരു ചെറിയ റേറ്റ് നമ്മൾക്ക് പ്രിന്റിംഗ് മിഷൻ കിട്ടും. ഈ പ്രിന്റിംഗ് മിഷൻ നമുക്ക് ടീഷർട്ട് പ്രിന്റ് ചെയ്ത് പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയാൻ തരാം. അതുവഴി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റിലോട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് ഒന്നാമത് ഡ്രോപ്പ് ഷിപ്പിംഗ്. പിന്നെ അതൊക്കെ പോട്ടെ, ഇതൊക്കെ നമ്മൾക്ക് ഐറ്റംസ് ഉണ്ട്, ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാണ്ടിറ്റി തീർന്നു പോയി കഴിഞ്ഞാൽ അതൊരു പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ല, അവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിനെന്താ ക്വാണ്ടിറ്റി ഇല്ല. മറ്റൊരു ഉപകരണം അതിന് ചെറിയ പിന്നെ പറയാൻ പറ്റുന്ന ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ലൈസൻസ് അല്ലാത്ത നമ്മുടെ സ്വന്തം എക്സാമ്പിൾ ഇപ്പോ അവരുടെ സ്വന്തം സ്റ്റോറി, നിങ്ങൾക്ക് കഥ എഴുതാൻ പറ്റുമോ? കഥ എഴുതാൻ പറ്റുമെങ്കിൽ അതൊരു e-book ആക്കിയിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം, ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഒരു സൈറ്റ് ഉണ്ടാക്കുക, ചെറിയൊരു ലാൻഡിംഗ് പേജ് മതി, വലിയ സൈറ്റ് ഒന്നും വേണ്ട, ലാൻഡിംഗ് പേജ് ഉണ്ടാക്കാം. അതിന്റെ പ്രൊമോഷൻ ബുക്കിന്റെ സൈറ്റ് ഒക്കെ ഇവിടെ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം. എന്നിട്ടോ നിങ്ങൾക്ക് കഥ എഴുതുക, e-book ആക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു കഥ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജെമിനിയിൽ ഇടുക, ക്രിയേറ്റ് e-book എന്ന് പറഞ്ഞാൽ സാധനം പടിയെന്ന് കിട്ടും. ഇപ്പൊ AI ടൂൾസിന്റെ കാലമായതുകൊണ്ട് നമുക്ക് അത്രയില് പണിയില്ല, ജസ്റ്റ് ക്രിയേറ്റിവിറ്റി മാത്രം സാധനം റെഡിയാക്കാൻ. ഒരു e-book സെല് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റിച്ച് പൂർ ഡാഡ് റിച്ച് ഡാഡ് ആ ബുക്കില് ആ ഒരു ബുക്ക് കൊണ്ട് തന്നെ കോടീശ്വരനായ ഒരുത്തനുണ്ട്, ഒരൊറ്റ ബുക്ക് കൊണ്ട്. അപ്പൊ സാധനം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച മെത്തേഡ് അതുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സക്സസ് ആവാന്നേ ഉള്ളൂ. ഓൾസോ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ പോവാം. നിങ്ങള് ഈ നോവലിംഗ് പോലെ ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു കഥേന യൂസ് ചെയ്തിട്ട് വീഡിയോ കണ്ടന്റ് ആക്കാം.
നിങ്ങളുടെ സ്വന്തം കണ്ടു ഇമേജ് വെച്ചിട്ട് ചെയ്യുന്നത് ചെറിയ ഇമേജ് ഉണ്ടാക്കിയാൽ മതി. ഒരു ഭാഗത്ത് ഇമേജ് ഒരു ഭാഗത്ത് കണ്ടന്റ് സിമ്പിൾ സംസാരിച്ച് വോയിസ് ഓവർ കൊടുത്താൽ വോയിസ് ഓവർ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങളുടെ സ്കിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. അതൊക്കെ ആയിരിക്കും ഈ എന്നുള്ള കോഴ്സിന്റെ വരാൻ പോകുന്നത്.